ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ കൃത്യം 1 മാസം കൂടി അല്ലേ? ആ, ശരിയാണല്ലോ. എന്തിനാ പ്രിൻസേ? അടുത്ത മാസം ഇതേ ദിവസമാകാൻ. എന്റെ റോമക്സേ, നീ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നേ? കാര്യം അറിയാൻ മേലാഞ്ഞിട്ടല്ലേ? എടാ, അടുത്ത മാസമല്ലേ പള്ളിയിലെ പെരുന്നാളിന് കൊടിയേറുന്നത്? എന്റെ കർത്താവേ, ശരിയാണല്ലോ. ദൈവമേ, അതായിരുന്നു കാര്യം. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാനും അത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്. അതിന് അവരൊന്നും പറഞ്ഞില്ലല്ലോ. അവരൊന്നും പറയാതിരിക്കാനല്ലേ ഞാൻ അങ്ങനെ ചോദിച്ചത്. ആ, ഇപ്പോൾ കാര്യം മനസ്സിലായി. അതെ അതെ, അതൊക്കെ വിടൂ ഫ്രണ്ട്സ്. പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്കെന്താ പ്രോഗ്രാം? നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ ആഴ്ച ആദ്യം അല്ലെങ്കിൽ അവസാനത്തോടെ പള്ളിയിൽ നിന്നും പിരിവിനെത്തിയേക്കും. പെരുന്നാളിന്റെ ആണോ അമ്മച്ചി? അതേ മോളെ, ഇനി 1 മാസം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കൃത്യം 1 മാസം. ഓ, അതായിരിക്കുമല്ലേ കഴിഞ്ഞ ദിവസം കമ്മിറ്റിക്കാരെല്ലാവരും ടൗണിൽ നിൽക്കുന്നത് കണ്ടത്. ആയിരിക്കും. ഇനി കൊടി ഇറങ്ങുന്നത് വരെ അവർക്ക് നല്ല ജോലിയായിരിക്കും. അല്ല, നമ്മുടെ യൂണിറ്റിലെ കമ്മിറ്റിക്കാർ തന്നെ ആയിരുന്നു അത്. അതെ അതെ, കഴിഞ്ഞ തവണ വന്ന ഒട്ടുമുക്കാൽ പേരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആണല്ലേ? കഴിഞ്ഞ തവണത്തെ കമ്മിറ്റിയിൽ അപ്പച്ചനും ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് അമ്മച്ചി, അപ്പച്ചൻ ഇന്ന് പള്ളിയിലേക്ക് പോയത് പെരുന്നാൾ കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുക്കാനാണെന്ന് തോന്നുന്നു. അപ്പോ ഇനി അപ്പച്ചനെ പെരുന്നാൾ കഴിഞ്ഞ് നോക്കിയാ മതി, അല്ലാതെ വേറൊരു കാര്യത്തിനും കിട്ടൂല. ആയിരിക്കും. അതെന്താ തോമസേ മീറ്റിങ്ങിന് താമസിച്ചു പോയത്? പറമ്പി പണിക്കാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങ് വന്നപ്പോഴേക്കും താമസിച്ചു. വീട്ടിലെന്തെങ്കിലും വിശേഷമുണ്ടോ? പണിക്കാരൊക്കെ? ഏയ്, വിശേഷമൊന്നുമില്ല. പിന്നെ പെരുന്നാളൊക്കെ വരുമല്ലേ, എല്ലാം ഒന്ന് വൃത്തിയായിരിക്കട്ടെ എന്ന് കരുതി. ആ, അത് നന്നായി. അതെ, പിന്നെ അച്ചായനെന്താ ഇത്തവണ കമ്മിറ്റിയിൽ സ്ഥാനമൊന്നും വഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്? പ്രായമായില്ലേ തോമസേ, കഴിഞ്ഞ തവണ എല്ലാം ഏറ്റെടുത്തതല്ലേ. ഇത്തവണ വയ്യ. മാത്രമല്ല, പുതിയ ആളുകൾ കടന്നു വരട്ടെ. അതെ, അവർക്കും കിട്ടട്ടെ ഒരു അവസരം. ഇത്തവണ പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്തതിനാൽ എല്ലാം മാറി നിന്നൊന്ന് ആസ്വദിക്കണം. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇത്തവണയും എല്ലാം ഭംഗിയായാ മതിയായിരുന്നു. ആ, അതെ. ഇതെന്താ ഇത്രയും നേരമായിട്ടും ആദവും റോമക്സും വരാത്തത്? ആദത്തിന്റെ കാര്യം പോട്ടെ, അവൻ എപ്പോഴും ലേറ്റാ. റോമിക്സിന് എന്ത് പറ്റിയെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, നമ്മൾ പിരിയാൻ നേരത്ത് അവന്റെ മുഖം അത്ര ഓക്കെ അല്ലായിരുന്നു. അതെന്തു പറ്റി? പിരിയാൻ നേരം എല്ലാവർക്കും തിരക്കല്ലായിരുന്നോ? അതുകൊണ്ട് ഞാൻ ആ കാര്യം ഒന്നും അവനോട് ചോദിച്ചില്ല. ഇന്ന് വരില്ലെന്നൊന്നും ഇന്നലെ പറഞ്ഞില്ലായിരുന്നല്ലോ. പിന്നെ ഇവന് എന്തു പറ്റി? ആദം വരുന്നു. റോമിക്സ് ഇവിടെയും വന്നില്ലേ? നീ അവനെ അന്വേഷിച്ചിരുന്നോ? ആ, ഇങ്ങോട്ട് വരാൻ നേരം ഞാൻ അവന്റെ വീട്ടിൽ ചെന്നിരുന്നു. അവർ പറഞ്ഞത് അവൻ ഇറങ്ങിയെന്നാണല്ലോ. എന്നാ വരുമായിരിക്കും.
ശരിയാ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. മീറ്റിംഗ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? പിന്നല്ലാതെ തീരുമാനങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നില്ലേ. ഇനി പിരിവും കാര്യങ്ങളുമെല്ലാം വളരെ കൃത്യമായി നടക്കും. കുറച്ചു വീടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പിരിവ് നടന്നു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അത് ശരിയാണ്. ആ കൂട്ടത്തിൽ കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി നടപ്പിലാക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും ഏറ്റിട്ടില്ലല്ലോ അല്ലേ? ഇല്ലില്ല, കമ്മിറ്റിയിൽ പലരും നിർബന്ധിച്ചു. നമ്മുടെ കാര്യം നമ്മക്കല്ലേ അറിയത്തുള്ളൂ. പുതിയ ആളുകളെല്ലാം ചെയ്ത് പഠിക്കട്ടേന്നേ. എപ്പോഴും അച്ചായൻ തന്നെ എല്ലാം ഏറ്റെടുത്ത അവർ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കും? ഞാൻ പിന്മാറിയതിന്റെ ഒരു കാര്യം ഇതായിരുന്നു. പിന്നെ പഴയതുപോലെയൊന്നും ഓടി നടക്കാൻ പറ്റത്തുമില്ലല്ലോ. മോള് പറയുകയായിരുന്നു എന്തെങ്കിലും ഏറ്റെടുത്താൽ അപ്പച്ചനെ ഇനി പ്രതീക്ഷിക്കുകയേ വേണ്ടെന്ന്. ഇല്ലില്ല, ഏതായാലും ഇത്തവണ ആ പേടി വേണ്ട. പെരുന്നാളിന് കൊടിയൊന്ന് കേറിയാ മതിയായിരുന്നു. ഹലോ റോമക്സ്. ഹായ് തോമസ് അങ്കിൾ. മോനെന്താ ഇവിടെ തനിച്ചു നിൽക്കുന്നത്? ഒന്നുമില്ല അങ്കിൾ, വെറുതെ നിന്നേ ഉള്ളൂ. എന്തിയേ? കൂട്ടുകാരൊക്കെ എന്തിയേ? അവരീ സമയം ഗാർഡനിൽ കാണും അങ്കിൾ. എന്നിട്ടെന്താ മോൻ പോകാത്തത്? ഞാൻ കുറച്ച് സാമ്പത്തിക കാര്യങ്ങളുമായി നിൽക്കുകയായിരുന്നു അങ്കിൾ. സാമ്പത്തിക കാര്യങ്ങളോ? അതെ അങ്കിൾ, കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള ഒരു മാസമായിരുന്നു ഇത്. വീട് വാടകയും മരുന്നും വേറെ കുറെ ബില്ലുകളും എല്ലാം കൂടെ വന്നപ്പോ ആകെ ഞെരുക്കായി. എല്ലാം ശരിയാകും മോനെ, നീ വിഷമിക്കണ്ട. അല്ല അങ്കിൾ, ഇത് എങ്ങോട്ടാ ഈ ധൃതിയില്? ഞാൻ ടൗണിലേക്കാ. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പ്രിൻസിന്റെ വീട്ടിലേക്കും ഒന്ന് കയറണം. എങ്കില് യാത്ര നടക്കട്ടെ അങ്കിൾ. അപ്പൊ ശരി മോനെ, നമുക്ക് കാണാം. ഇനി അവൻ വരുമെന്ന് തോന്നുന്നില്ല. അതെ, ഇത്രയും താമസിച്ചില്ലേ? ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താ ആദം? അവന് കുറച്ച് പൈസയുടെ കാര്യത്തിനായി 1-2 പേരെ കാണാൻ പോകേണ്ടി വരുമെന്ന് എന്നോട് 2-3 ദിവസം മുമ്പ് സൂചിപ്പിച്ചായിരുന്നു. ഇതേപ്പറ്റി ഞങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. അതെ, വീട് വാടകയോ കറണ്ട് ബില്ലോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നമുക്കെന്നാ അവനെ പോയൊന്ന് കണ്ടാലോ? ഇപ്പോൾ തന്നെ പോകാം. പക്ഷേ അവൻ വീട്ടിലില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? വാ, നമുക്ക് ഏതായാലും ഇറങ്ങാം. അതെ, എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കില്ല. എങ്കിൽ വാ. കർത്താവേ, പെരുന്നാളും വരികയാണല്ലോ. അപ്പോ അതിന്റെ ഒരു പിരിവും നൽകേണ്ടി വരുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പിരിവ് 500 രൂപ ആയിരുന്നല്ലോ. അപ്പോ ഇത്തവണയും ഏകദേശം അത്രയും തന്നെ പ്രതീക്ഷിക്കാം. ഇതിനുള്ള പണമെല്ലാം ഞാൻ എവിടുന്ന് സ്വരൂപിക്കുമോ എന്തോ. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. പെരുന്നാളിന്റെ പിരിവ് കൊടുക്കാതെ എങ്ങനെയാ പെരുന്നാള് കൂടുന്നത്? മോശല്ലേ? എനിക്കൊന്നും അറിയില്ല.
ഇന്നലെ വൈകുന്നേരം വീട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് തോമസിനെ കണ്ടില്ലല്ലോ. എനിക്ക് ടൗണിൽ പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അവിടുത്തെ പരിപാടികളൊക്കെ ഒതുക്കി വന്നപ്പോ താമസിച്ചു. പോരാത്തതിന് അവസാന ബസ്സും കിട്ടിയില്ല. പിന്നെ ഓട്ടോറിക്ഷയ്ക്കാണ് വീട്ടിലെത്തിയത്. ആഹാ, ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാറും എടുത്ത് വരുമായിരുന്നല്ലോ. ഞാൻ ആ കാര്യം ഓർത്തതാ. പിന്നെ രാത്രിയിൽ അച്ചായനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചു. അതൊന്നും സാരമില്ലായിരുന്നു തോമസേ. ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. എന്താ തോമസേ? ഞാൻ ഇന്നലെ ടൗണിലേക്ക് പോകുവാൻ ഇറങ്ങിയ വഴി നമ്മുടെ റോമക്സിനെ കണ്ടിരുന്നു. ആകെ വിഷമിച്ച് ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. കുട്ടികൾ തമ്മിൽ പിന്നെയും വഴക്കുണ്ടായോ? ഇതൊന്നുമല്ല. റോമക്സ് എന്തോ സാമ്പത്തിക പ്രശ്നം നേരിടുന്നുണ്ടെന്ന് തോന്നുന്നു. റോമക്സിന്റെ കുടുംബം സാമ്പത്തികമായി അല്പം പിന്നോട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചത്? കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. അച്ചായൻ പറ്റുമെങ്കിൽ അവനുമായിട്ടൊന്ന് സംസാരിക്ക്. കാര്യങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ. ആ, വരട്ടെ തോമസേ. പ്രിൻസിന് കാര്യങ്ങൾ ഒരുപക്ഷെ അറിയാമായിരിക്കും. അതെ, അവര് തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കില്ലല്ലോ. വീട്ടിലോട്ട് ചെല്ലട്ടെ. പ്രിൻസിനോട് ഞാൻ ചോദിച്ചോളാം. തളർന്നു. ഇനി അവനെ നോക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. ചിലപ്പോൾ ടൗണിൽ പോയി കാണും. ആ, ചിലപ്പോ അതായിരിക്കും കാരണം. ഫ്രണ്ട്സ്, നീ ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു. നീ വാ, ഇരിക്ക്. പറയൂ, എവിടെയായിരുന്നു നീ? അത് എനിക്ക് കുറച്ച് അടവുകളും മറ്റും ഉണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങളെല്ലാം ശരിയായി. അപ്പോൾ ഇനി മുതൽ കൂടെ കാണുമല്ലോ. കാണും ഫ്രണ്ട്സ്. എന്നാൽ നമുക്ക് പെരുന്നാളിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ആ, പിന്നെ ഇത്തവണത്തെ പെരുന്നാളിന് ഞാൻ കാണില്ല കേട്ടോ. അതെന്താ? നീയല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്? അതെ, അത് ഫ്രണ്ട്സ്, ഇത്തവണ പള്ളിപ്പെരുന്നാളിന്റെ പിരിവ് എങ്ങനെ വന്നാലും 500 രൂപയിൽ കൂടുതലായിരിക്കുമല്ലോ. ഞങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ വെച്ച് അത്രയും തുക കൊടുക്കാൻ പറ്റുമെന്ന് സംശയമാണ്. പിരിവ് കൊടുക്കാതെ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കുചേരുന്നത് മോശമല്ലേ? അതൊന്നും സാരമില്ല റോമക്സേ. അതൊന്നും ശരിയാവില്ല. പിരിവ് കൊടുക്കാതെ നമ്മൾ ആഘോഷിച്ച് നടന്നാൽ മറ്റുള്ളവര് പുച്ഛിക്കും. കർത്താവ് പോലും പോർക്കില്ല. നീ ഇത് എന്തൊക്കെയാ റോമക്സേ പറയുന്നത്? പെരുന്നാൾ എല്ലാവർക്കും കൂടിയുള്ളതല്ലേ. അപ്പോൾ നീ മാത്രം മാറി നിന്നാൽ എങ്ങനാ ശരിയാവുന്നത്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണത്തെ പെരുന്നാളിന് ഞാനില്ല. പിരിവ് കൊടുക്കാതെ മറ്റുള്ളവരുടെ മുമ്പിലൂടെ നടന്ന് കൊച്ചാവാൻ ഞാനില്ല. ഗ്രാൻഡ് പോയിരുന്നു. ഏതായാലും ഗ്രാൻഡ് വന്നത് കൃത്യസമയത്ത് തന്നെ. എന്താ ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ലല്ലോ? ഗ്രാൻഡ്പാ, ഇത്തവണത്തെ പെരുന്നാളിന് റോമക്സ് കൂടുന്നില്ല എന്നാണ് പറയുന്നത്. അതെന്തു പറ്റി റോമക്സ്? അത് അവരുടെ കയ്യിൽ പെരുന്നാളിന്റെ പിരിവ് കൊടുക്കാൻ പൈസ ഇല്ല എന്നാ അവൻ പറയുന്നത്. അങ്ങനെ പെരുന്നാൾ ആഘോഷിച്ചാൽ കർത്താവ് പോലും പുറക്കില്ലെന്ന്.
നീ ഇതെന്തൊക്കെയാണ് റോമക്സ് ധരിച്ചു വെച്ചിരിക്കുന്നത്? പിരിവ് നൽകിയില്ലെങ്കിൽ കർത്താവ് പോലും ക്ഷമിക്കില്ലെന്നോ? നീ പങ്കെടുക്കാതിരുന്നാലാണ് അദ്ദേഹത്തിന് വിഷമമുണ്ടാവുക. പക്ഷേ ഗ്രാൻഡ്പാ, റോമക്സേ, പിരിവിനുള്ള പണം നീ മോഷ്ടിച്ചോ മറ്റു മോശമായ രീതിയിലോ നൽകുകയാണെങ്കിലാണ് അത് തെറ്റാവുന്നത്. ഇവിടെ നീ എടുത്തത് മാതൃകാപരമായ ഒരു നിലപാടാണ്. എന്നാൽ ദൈവത്തെപ്പറ്റിയുള്ള നിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ അല്പം തെറ്റിദ്ധാരണ കണ്ടു. മോനെ, നീ ഷോമ അരൂമിയുടെ കഥ കേട്ടിട്ടില്ലേ? അതേത് കഥ? എങ്കിൽ ശരി, ഇന്ന് ആ കഥയാവട്ടെ. നിങ്ങൾക്കും ഈ കഥ ഇഷ്ടപ്പെടും. ആഫ്രിക്കയിലെ അപരിഷ്കൃത വർഗക്കാരനായ ഷോമ അരൂമി ഒരു ആട്ടിടയനായിരുന്നു. സ്കൂളിൽ പോകുന്നത് മടിയന്മാരുടെ പണിയാണ് എന്നാണ് ഇവർ കരുതിയിരുന്നത്. പക്ഷേ അരൂമിക്ക് സ്കൂളിൽ പോകണമെന്ന ആഗ്രഹം ഉദിച്ചു. എന്നാൽ മാതാപിതാക്കൾ സമ്മതിച്ചില്ല. ഷോമയും 2 കൂട്ടുകാരും കൂടി ഒരു പദ്ധതി തയ്യാറാക്കി. ഒരാൾ ആടിനെ നോക്കുമ്പോൾ 2 പേർ സ്കൂളിൽ പോവുക. അങ്ങനെ അരൂമി എഴുത്തും വായനയും പഠിച്ചു. 3 നാഴിക അകലെയുള്ള ഒരു സ്കൂളിൽ പോയി ആയിരുന്നു പഠിക്കേണ്ടത്. 1 ഷില്ലിംഗ് ഫീസായും കൊടുക്കണം. അച്ഛൻ പൈസ കൊടുത്തില്ല. അവൻ മുത്തശ്ശിയുടെ അടുത്തെത്തി, ഞാൻ പച്ചക്കറിത്തോട്ടത്തിൽ പണിയെടുക്കാം, പ്രതിഫലമായി ഒരു കോഴിയെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയ കോഴിയെ വിറ്റ് അവൻ 1 ഷില്ലിംഗ് സമ്പാദിച്ചു. പക്ഷേ വൈകുന്നേരം ഫീസ് അടയ്ക്കാൻ നേരത്ത് പോക്കറ്റ് തപ്പിയപ്പോൾ ഷില്ലിംഗ് കാണാനില്ല. ഹെഡ്മാസ്റ്റർ വിവരമറിഞ്ഞ് 1 ദിവസം കൂടി കൂട്ടിക്കൊടുത്തു. അരൂമി അത്യന്തം ദുഃഖിതനായി വീട്ടിലെത്തി. അവൻ അത്താഴം കഴിച്ചില്ല. ഉറങ്ങുന്നതിന് മുൻപ് മനസ്സ് നൊന്തു പ്രാർത്ഥിച്ചു. കാണാതെ പോയ ഷില്ലിങ്ങിനെ പറ്റിയും ഫീസ് അടയ്ക്കേണ്ടതിനെ പറ്റിയും അവൻ ദൈവത്തോട് പറഞ്ഞു. രാത്രിയിൽ അരൂമി ഒരു അശരീരി കേട്ടു. അതനുസരിച്ച് അവൻ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ പരതി. തലേ ദിവസം അവന് വെളിപ്പെട്ട അശരീരിക്കനുസരിച്ച് ബൈബിളിൽ കണ്ട വാക്യം ഇതായിരുന്നു: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ്. തന്റെ പ്രാർത്ഥന ദൈവം കേട്ടതിൽ അവൻ സന്തോഷിച്ചു. അപ്പോഴാണ് തലേ ദിവസം കൂട്ടുകാരുമൊത്ത് മുറ്റത്ത് കളിച്ച കാര്യം അവൻ ഓർത്തത്. ആ ഷില്ലിംഗ് അവിടെ ഉണ്ടായിരുന്നു. അവൻ വലുതായി, ഉപരിപഠനം കഴിഞ്ഞു. അപ്പോൾ ദൈവവചനം മുഴങ്ങി. ദൈവം സമ്പന്നൻ മാത്രമല്ല, ആഫ്രിക്കയിലെ പുല്ലുമേഞ്ഞ ചെറ്റപ്പുരയിലേക്ക് കുനിഞ്ഞു നോക്കുവാനും ഒരു പാവപ്പെട്ട നിയോഗിയുടെ പ്രാർത്ഥന കേൾക്കുവാനും തക്കവണ്ണം എളിയവൻ കൂടിയാണ്. ഇതാണ് മോനെ യഥാർത്ഥത്തിൽ ദൈവം. അവനൊന്നിൻ്റെയും അടിസ്ഥാനത്തിൽ ആരോടും വേർതിരിവുകളില്ല. ഇവിടെ അതിർവരമ്പുകൾ മെനയുന്നത് മനുഷ്യനാണ്. ശരിയാ ഗ്രാൻഡ്പാ, എന്റെ കാഴ്ചപ്പാട് തെറ്റായിരുന്നു. വളരെ നന്ദി ഗ്രാൻഡ്പാ. മോനെ, പിരിവ് നൽകാത്ത കാരണത്താൽ നീ പെരുന്നാൾ കൂടാതിരിക്കരുത്. അത് ഞാൻ അടച്ചിട്ടുണ്ട്.
ഗ്രാൻഡ്പാ, ഷോമ അരുവിയെ പോലെ ഒരു നാൾ ഞാനും വലിയ ആളാവും. എന്നിട്ട് ഗ്രാൻഡ്പായ്ക്ക് ഈ പണം ഞാൻ തിരികെ നൽകും. മിടുക്കൻ.